ആഹാ, മുന്നോട്ട് നോക്കിയേ, എന്ത് ഭംഗിയാണെന്ന്. പച്ചയാം വിരിയിട്ട പോലെ ഒരു കണ്ടൽ ചെടി. അവയുടെ കൊമ്പുകളും ശിഖരങ്ങളും ചില്ലകളും ഇതാ ഒരു ചിത്രം വരച്ച പോലെ നമ്മുടെ പൂന്തോണി മന്ദം മന്ദം ചലിച്ചു കൊണ്ടിരിക്കുന്നു. അവയ്ക്ക് പാശ്ചാത്തലമൊരുക്കി കിളികൂജനങ്ങൾ. നമ്മളെ മുന്നിൽ കാണുന്ന എന്ത് ഉപ്പൂറ്റി കണ്ടലാണ്. അടിപൊളിയായിട്ടുള്ള അത് നാച്ചുറലാണ്. സീനറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉപ്പ് തടിമരത്തിൽ കൂടെ ഉപ്പ് വലിച്ചെടുത്തിട്ട് ഇലയിൽ കൂടെ പുറന്തള്ളും. ഉപ്പൂറ്റി കണ്ടൽ. ഇവിടെയൊക്കെ ചതുപ്പ് സ്ഥലമാണ്. വെള്ളം എന്നും വേലിയേറ്റം വരുമ്പോ വെള്ളം ഉണ്ടാവും. ഇറക്കത്തിന് ചതുപ്പായിട്ട് ഇങ്ങനെ നിൽക്കും. നോക്കിയേ, ഒരു ഭാഗത്ത് പ്രാന്തൻ കണ്ടലും മറുഭാഗത്ത് ഉപ്പൂറ്റി കണ്ടലും. കണ്ടൽ എന്ന തറവാട്ടിലെ സഹോദരി സഹോദരന്മാരായി സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഇതെല്ലാം ഉപ്പൂറ്റി കണ്ടലുകളാണ്. അത് ഈ ഉപ്പൂറ്റി കണ്ടലിന്റെ വേരുകളാ ചേർന്ന് മേലോട്ടാ നിക്ക. ഇവിടെ ജലനിരപ്പിൽ അതൊരു മരത്തിന് മണ്ണിൽ 3500 ശ്വസന വേരുകൾ ഉയർന്നു നിൽക്കുന്ന വേരുകൾ. ശ്വസന വേരുകൾ ചേർന്ന് മേലോട്ട് പൊങ്ങി നിൽക്കും. അവ ശ്വസിക്കുന്ന ആയിക്കൂടെയാണ് ശ്വസന വേരുകൾ എന്ന് പറയുന്നത്. ഈ ഉപ്പൂറ്റി കണ്ടലിന്റെ പ്രത്യേകത അതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഉപ്പ് തടിമരത്തിൽ കൂടെ ഉപ്പ് വലിച്ചെടുത്തിട്ട് ഇലയിൽ കൂടെ പുറന്തള്ളും. കാണാൻ എന്തൊരു ഭംഗിയാണ്. എങ്ങനെയാണ് ഇത്രയും കലാപരമായി വളരാൻ കഴിയുന്നത്? ഇത് മുന്നിലുള്ളത് ഭ്രാന്തൻ കണ്ടലാണ്. പച്ചപ്പിന്റെ ഒരു പച്ചപ്പ്. മൂക്കിൽ കൂടിയും ഇലകളിൽ കൂടിയുമെല്ലാം ശ്വസിക്കുമ്പോൾ ഇവിടെ ഇതാ വേരിൽ കൂടി ശ്വസിക്കുന്ന അത്ഭുത ചെടി. മാത്രമല്ല, അവ ഉപ്പുവെള്ളത്തെ ഫിൽട്ടർ ചെയ്ത് ശുദ്ധജലമാക്കി തടിയുടെ നാനാഭാഗങ്ങളിൽ എത്തിക്കുന്ന കണ്ടൽ കാടുകളുടെ ഒരു അത്ഭുത സൃഷ്ടി തന്നെയാണ് ഈ ഉപ്പൂറ്റി കണ്ടൽ. നോക്കൂ, എന്ത് ആകൃതി, എന്ത് ഭംഗിയാണ് ആ ചെടിയുടെ ഇലകളും അതുപോലെ തന്നെ ശിഖരങ്ങളും ചില്ലകളും എല്ലാം. ഇതാ അതോടൊപ്പം ഞാനാണ് മിടുക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രാന്തൻ കണ്ടൽ. അവയുടെ വേരുകൾ ശ്രദ്ധിച്ചോ, തടിയുടെ നാനാഭാഗത്തുനിന്നും വേരുകളായി മണ്ണിലേക്ക് ഊർന്നിറങ്ങി ബലവത്തായി നിൽക്കുകയാണ്. മണ്ണിനെയും ചെടിയെയും തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ഒരു കുടയുടെ ആകൃതിയോടെ. വലിയ മരങ്ങളായി വനസമ്പത്ത് വർദ്ധിപ്പിക്കുകയല്ല ഇവരുടെ ലക്ഷ്യം. കടലിലെയും കടൽ തീരങ്ങളെയും സംരക്ഷിക്കുക, പ്രതിരോധിക്കുക എന്നതാണ്. അതാ ഒരു പക്ഷിക്കൂട് കണ്ടോ? മരക്കൊമ്പിൽ മരച്ചില്ലകൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു കൂട്. പക്ഷികളൊന്നും ഇപ്പം ഇല്ല കേട്ടോ.
മനം കുളിർപ്പിക്കുന്ന, കുളിരണിയിപ്പിക്കുന്ന വിസ്മയം. കാക്കകളുടെ ശബ്ദം നന്നായി കേൾക്കുന്നുണ്ട്, പക്ഷേ ഒരു കാക്കയെയും കാണാൻ പറ്റിയിട്ടില്ല. ഇതാ ഇവിടെ ഒരു പക്ഷിയെ കണ്ടോ? കടലുണ്ടി, ബേപ്പൂർ, ചാലിയം എന്ന ചതിപ്പു നിലങ്ങളിൽ കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ വിദേശികളായ ധാരാളം വലുതും ചെറുതുമായ പക്ഷികളെ കാണാൻ കഴിയും. നമുക്ക് അത് കാണാനുള്ള, ആ മനോഹര ദൃശ്യം ആസ്വദിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് സാധാരണ ഇവിടെ പക്ഷിക്കൂട്ടങ്ങൾ ചേക്കേറാനായിട്ട് എത്താറുള്ളത്. വേരുകൾ കൊണ്ടൊരു വേലി പടർപ്പ് തന്നെ, ഒരു സംരക്ഷണ ഭിത്തി. അതിൻ്റെ ഉള്ളിലേക്കൊന്നും ആർക്കും പോകാൻ കഴിയില്ല കേട്ടോ. പിന്നെ ചില ഇടവഴികളിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയേ, ഈ വേരുകളിൽ തോണികൾ തട്ടി വേരിലെ തൊലികൾ അടർന്നു പോയിട്ടുണ്ട്. അവിടെ ചോര പൊടിഞ്ഞ പോലെ ചുവന്ന നിറത്തിൽ പ്രത്യേകം നമുക്ക് കാണാൻ കഴിയുന്നു. മനോഹരമായ കാഴ്ച.